സിൽവർ ലൈൻ പദ്ധതിക്ക് വീണ്ടും ശ്രമവുമായി സംസ്ഥാന സർക്കാർ. ഇന്ന് ഉച്ചയ്ക്ക് 12:30 മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തും. മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച ബദൽ പദ്ധതി അടിസ്ഥാനമാക്കി സെമി ഹൈസ്പീഡിന് വേണ്ടിയാണ് ചർച്ച. തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും പോകുന്ന പാതയാണ് മെട്രോമാൻ മുന്നോട്ട് വെച്ച ബദൽ പദ്ധതി. അർജുൻ പീതാംബരനുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, ഗുഡ് മോർണിംഗ്. സിൽവർ ലൈൻ നിലച്ചുപോയി, മഞ്ഞക്കുറ്റികളിൽ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ഇത് വീണ്ടും സെമി ഹൈസ്പീഡ് ട്രെയിനുകളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായാണെന്ന് ചർച്ചകൾ, കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നത് അല്ലേ? ഇതിൽ തന്നെ കടുംപിടുത്തം പിടിക്കാനുള്ള പരിപാടിയാണോ സംസ്ഥാന സർക്കാരിനുള്ളത്? എപ്പോഴാണ് കൂടിക്കാഴ്ച? വിശദാംശങ്ങൾ എന്താണ്? മോദി LDF സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ അഭിമാന പദ്ധതിയാണ് ഈ കേരയിൽ എന്ന് പറയുന്നത്. അതിൽ കേന്ദ്ര സർക്കാരുമായി ഒരു സമവായത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്കാണ് നിലവിൽ കേരള സർക്കാർ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ 4 വർഷം പിന്നിട്ടിരിക്കുന്നു. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വെച്ച പ്രധാന പദ്ധതികളിലൊന്നാണ് സിൽവർ ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യഘട്ടം, ആദ്യ രീതി അത് പക്ഷേ പലയിടങ്ങളിലും ഈ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള പ്രശ്നങ്ങളിൽ തട്ടി നടക്കാതെ പോയി. പിന്നീടാണ് ഈ ശ്രീധരന്റെ ബദൽ പദ്ധതി, ഈ സെമി ഹൈസ്പീഡ് റെയിൽവേ എന്നുള്ളൊരു ആശയം മുന്നോട്ട് വരുന്നത്. അതിലൂന്നിയിട്ടുള്ള ചർച്ചകൾക്കാണ് എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനുമതി വാങ്ങിയെടുക്കാൻ, തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഈ പദ്ധതി മുന്നോട്ട് പോകില്ല. അത് എന്നേക്കുമായി ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. അതിന് പകരം ഈ സെമി ഹൈസ്പീഡ് റെയിൽവേ എന്നുള്ള കാര്യം, ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതി അത് കേരളയുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ അനുമതി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് എന്തായാലും ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താനാണ് ഇന്ന് ഉച്ചയ്ക്ക് 12:30 പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരുമായി ഒരു സമവായത്തിൽ എത്തേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തെ സംബന്ധിച്ച് അവരുടെ അഭിമാന പദ്ധതിയാണ്, മുന്നോട്ട് വെച്ച കാര്യമാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് അടക്കം അവർക്ക് മുന്നോട്ട് പോകാനുണ്ട്. അതിൻ്റെ കാര്യങ്ങളിലൊക്കെ കൂടിക്കാഴ്ച നടത്തി ഒരു സമവായത്തിൽ എത്താൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ കേരള സർക്കാരിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് 12:30 പിണറായി വിജയൻ മോദി ദേശീയപാത തകർന്നുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ച അത് ഇന്നല്ല, നാളെ ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ഇന്ന് രാത്രിയോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹവും പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ചേർന്ന് നാളെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണാൻ പോകുന്നതും മറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ ഈ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതും അതുപോലെ തന്നെ മറ്റ് അറ്റകുറ്റപ്പണികളും അതിൻ്റെ വീഴ്ച എവിടെ സംഭവിച്ചു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളും അറിയാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കിയത് NH-66 നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ സമയപരിധിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതും അതിൻ്റെ മറ്റ് കൂടിക്കാഴ്ചകളും നാളെ ഉച്ചയ്ക്ക് 1 മണിക്കായിരിക്കും എന്തായാലും ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി മുഹമ്മദ് റിയാസും ഡൽഹിയിലേക്ക് എത്തുമെന്നുള്ളതിനാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്.